വളരെ ശക്തമായ നിലപാടുകളാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്നത്. എല്ലാം വിലക്ക് വാങ്ങാമെന്നാണ് ബോബി കരുതുന്നതെന്ന് കോടതി പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ നിരീക്ഷണങ്ങൾ അതീവ ഗൗരവതരമാണ്. കാരണം ഈ കേസ് ആദ്യഘട്ടത്തിൽ പരിഗണിക്കുമ്പോൾ ഉണ്ടായതിൽ നിന്ന് മാറിയിരിക്കുന്നു. അതിന്റെ മാനങ്ങൾ എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത്. കാരണം കോടതി ഉത്തരവിന് പുല്ലുവില കൊടുത്തുകൊണ്ടാണ് ഇന്നലെ ജയിലിനുള്ളിൽ കഴിഞ്ഞത് എന്ന രീതിയിൽ പല കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു. ഹൈക്കോടതി വിധി നൽകിയിട്ട് പോലും ജയിലിൽ തുടരാനുണ്ടായ ഒരു സാഹചര്യം അത് തന്നെയാണ് ഇപ്പോൾ കോടതി വളരെ ഗൗരവതരമായിട്ട് തന്നെ കാണുന്നത്. എന്തായാലും 1 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിലുള്ളൊരു വിശദീകരണം നൽകണമെന്ന് പറയുന്നു. ഉച്ചയ്ക്ക് 1:45 ഈ കേസ് വീണ്ടും പരിഗണിക്കും. പരിഗണിക്കുമ്പോൾ കൃത്യമായ വിശദീകരണം പ്രോസിക്യൂഷനും പ്രതിഭാഗവും നൽകേണ്ടതുണ്ട്. കോടതിക്ക് അറിയേണ്ടത് ഏറ്റവും സുപ്രധാനമായ കാര്യം ഇന്നലെ എന്തുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയില്ല എന്നത് തന്നെയാണ്. കൃത്യമായ രീതിയിൽ തന്നെ അതിന് വിശദീകരണം നൽകണമെന്ന് പ്രതിഭാഗത്തോടും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനോടും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും ജയിൽ അധികൃതരിൽ നിന്നടക്കം ഇത്തരം കാര്യങ്ങൾ വിവരങ്ങൾ തേടേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോബിക്ക് പുറത്തിറങ്ങാൻ കഴിയാതിരുന്നത് എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ളൊരു വിശദീകരണം നൽകണം എന്നത് തന്നെയാണ് പറയുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളിൽ കൃത്യമായ ഒരു നിലപാട് അറിയിക്കണം എന്നത് തന്നെയാണ് കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ സജിത്ത് ഓർക്കുക, കോടതി ഓർമ്മപ്പെടുത്തുന്നത് പ്രധാനപ്പെട്ട കാര്യം ജുഡീഷ്യറിയോടാണ് കളിക്കുന്നതെന്ന് കോടതി പറയുകയും ചെയ്യുന്നു. എല്ലാം വിലക്ക് വാങ്ങാമെന്നാണ് ബോബി കരുതുന്നത്. പക്ഷേ ഇത് ഹൈക്കോടതിയാണ് എന്ന് അതിശക്തമായ ഭാഷയിൽ കോടതി അടയാളപ്പെടുത്തുകയാണ്. ഉച്ചയ്ക്ക് 1:45 കേസ് വീണ്ടും പരിഗണിക്കും. അപ്പോൾ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ കോടതിയോട് അറിയിക്കണം എന്നത് പറഞ്ഞിരിക്കുന്നു. അതായത് ഇന്നലെ തുടങ്ങിയ നാടകീയ സംഭവങ്ങൾക്ക് ബോബി ചെമ്മണ്ണൂർ കനത്ത വില നൽകേണ്ടി വരുന്നു എന്നത് തന്നെയാണ്. പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ ഇതിനകം തന്നെ കോടതി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇനി ഏതെല്ലാം രീതിയിലുള്ള ഉപാധികൾ കോടതി മുന്നോട്ട് വെക്കും എന്നതാണ് അറിയേണ്ടത്. ഇതിൽ കർശനമായ രീതിയിൽ തന്നെ കോടതി കേസ് നിരീക്ഷിക്കുന്നു എന്നതാണ്